ട്രിപ്പ് ബേസ്ഡ് ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്. ട്രിപ്പുകളെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുന്നു, ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിഫറൻസുകളും. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുമ്പോൾ ട്രിപ്പ് ബേസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നതും ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസും കൂടെ നമ്മൾ ഇതിൽ നോക്കും. ആദ്യം നമുക്ക് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് നോക്കാം. ദിസ് അപ്രോച്ച് ഈസ് ബേസ്ഡ് ഓൺ 4 steps. ഓക്കെ, 4 സ്റ്റെപ്പുകളെ ബേസ് ചെയ്തിട്ടാണ് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് വരുന്നത്. ഓക്കെ, അതിലൊന്ന് ട്രിപ്പ് ജനറേഷൻ ആണ്, രണ്ടാമത്തെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ, മൂന്നാമത്തത് മോഡ് യൂസേജ് ആൻഡ് നാലാമത്തത് ട്രിപ്പ് അസൈൻമെന്റ്. ഓക്കെ, ഈ 4 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് വരുന്നത്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പൊ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുമ്പോൾ ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ 4 തരത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യും. ഓക്കെ, അത് വെച്ചിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ട്രിപ്പ് ജനറേഷൻ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ട്രിപ്പ് ജനറേഷൻ എന്ന് പറയുന്ന ടോപ്പിക് അത് ഫ്രീക്വൻസിയാണ്. ഓക്കെ, ഫ്രീക്വൻസി മീൻസ് എത്ര നമ്പർ ഓഫ് ട്രിപ്പുകൾ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓക്കെ, അതുപോലെ ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ്, എത്ര നമ്പർ ഓഫ് ട്രിപ്സ്. ഓക്കെ, അവിടെ ജസ്റ്റ് നമ്പർ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫോർകാസ്റ്റ് the number of trips that will be made, how many trips will begin or end in each traffic analysis zone. ആ ഒരു ഡീറ്റെയിൽ അതിൻ്റെ അകത്ത് എടുക്കുന്നത്. ഓക്കെ, ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ ഒരു പർട്ടിക്കുലർ സോണിൽ എൻഡ് ചെയ്യുന്നതുമായിട്ടുള്ള എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ടെന്നുള്ളത് മാത്രമാണ്. ഓക്കെ, ഇപ്പം ഒരു സ്റ്റഡി ഏരിയ ഉണ്ടെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്ലാൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് നമ്പർ ഓഫ് സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോൺസ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സോണിൽ നിന്നും എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ട് ഒറിജിനേറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഓരോ സോണിലും എത്ര നമ്പർ ഓഫ് ട്രിപ്പുകൾ അവസാനിക്കുന്നു, ഓക്കെ, എന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്യും. In other words, the trip generation phase of the analysis predicts total flow into and out of each zone in the study area, but it does not predict where these flows are coming from or going to. Okay, അപ്പോൾ ഇതിൽ ജസ്റ്റ് നമ്പർ മാത്രമേ ട്രിപ്പ് ജനറേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എടുക്കുള്ളൂ. ഓക്കെ, അതായത് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് മാത്രം, അതായത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടേക്ക് പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കില്ല. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സോണിൽ അവസാനിക്കുന്ന ട്രിപ്പ് ആണെങ്കിൽ അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അതിൽ കൺസിഡർ ചെയ്യില്ല. അതുപോലെ നമ്മളെ കൺസിഡർ ചെയ്യുന്ന സോണിൽ നിന്ന് എത്ര ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള നമ്പർ മാത്രം എടുക്കും, അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എടുക്കില്ല. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സോണിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ ആ സോണിൽ നിന്ന് എത്ര ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഓക്കെ, നമ്പർ ഓഫ് ട്രിപ്സ് സ്റ്റാർട്ടിങ് ഫ്രം ദാറ്റ് സോൺ. ഓക്കെ, ആ സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിപ്പുകൾ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ളത് ഈ ഒരു സ്റ്റേജിൽ നോക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നോക്കില്ല. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ സോണിൽ എത്ര നമ്പർ ഓഫ് ട്രിപ്സ് എൻഡ് ചെയ്യുന്നു എന്നുള്ളത് നോക്കും. എന്നാൽ അത് എവിടെ നിന്ന് വരുന്ന ട്രിപ്പ് ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഏത് സോണിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് നിന്ന് വരുന്ന ട്രിപ്പ് ആണെന്നുള്ളത് നമ്മൾ നോക്കാറില്ല. ഓക്കെ, ഈ ഒരു സ്റ്റേജിൽ ട്രിപ്പ് ജനറേഷനിൽ. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ട്രിപ്പ് ജനറേഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസി, നമ്പർ ഓഫ് ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും കിട്ടി. പിന്നെ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിപ്പുകൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു എവിടേക്ക് പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് ഈ ഒരു സ്റ്റേജിൽ. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ. അതായത് ഇപ്പോൾ ഒരു സോണിന് ഇത്ര നമ്പർ ഓഫ് ട്രിപ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് എങ്ങോട്ടേക്കാ പോകുന്നതെന്നുള്ള ഡീറ്റെയിൽ കളക്ട് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. അല്ലെങ്കിൽ ഒരു എൻഡ് ആയിട്ടുള്ള സോൺ, അതായത് ഒരു പർട്ടിക്കുലർ സോണിൽ വന്ന് എൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് എവിടുന്ന് വരുന്നു എന്നുള്ളതും കൂടെ ഈ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, ഡിറ്റർമൈൻസ് വേർ ദ ട്രിപ്പ് വിൽ ഗോ. ഓക്കെ, ദാറ്റ് മീൻസ് ഹൗ മെനി ട്രിപ്സ് ദാറ്റ് ബിഗിൻ അറ്റ് എ ഗിവൺ ഒറിജിൻ വിൽ എൻഡ് അറ്റ് എ ഗിവൺ ഡെസ്റ്റിനേഷൻ. ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സോണിലേക്ക് പോകുന്ന നമ്പർ ഓഫ് ട്രിപ്സിന്റെ ഡീറ്റെയിൽസ് എടുക്കും. ഓക്കെ, ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ദ പ്രഡിക്ഷൻ ഓഫ് ഒറിജിൻ ഡെസ്റ്റിനേഷൻ ഫ്ലോസ്, ദാറ്റ് ഈസ് linking of the trip ends predicted by the trip generation model together to form trip interchanges or flows. Okay, അപ്പോൾ ഇതില് ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സോണിലേക്ക് എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽ നമ്മൾ എടുക്കും. ഓക്കെ, ആദ്യത്തേൽ ജസ്റ്റ് നമ്പർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ ഒരു പർട്ടിക്കുലർ ഒറിജിൻ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് ഓക്കെ എത്ര നമ്പർ ഓഫ് ട്രിപ്സ് ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് വൺ, മോഡ് യൂസേജ്.
ഓക്കെ, ഇപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റേജിൽ ട്രിപ്പ് ജനറേഷനിലെ നമ്പർ ഓഫ് ട്രിപ്സ് ഓരോ സോണിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് വെൻഡ് ചെയ്യുന്നത് എടുത്തു. രണ്ടാമത്തേൽ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സോണിലേക്കുള്ള ട്രിപ്പുകളുടെ നമ്പർ എടുത്തു. ഇനി അതുപോലെ മൂന്നാമത്തെ സ്റ്റേജിൽ ഈ ട്രിപ്പുകൾ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് ഈ ട്രാവലേഴ്സ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്ത് കളക്ട് ചെയ്യും. ഓക്കെ, അതിപ്പം ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആ രീതിയിലാവാം. ഇല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ തന്നെ, അതായത് ലാൻഡ് ട്രാൻസ്പോർട്ടേഷനിൽ തന്നെ റെയിൽ അല്ലെങ്കിൽ റോഡ് യൂസ് ചെയ്യുന്നതാവാം. ഇല്ലെങ്കിൽ ഇപ്പം റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ ബൈ വാക്കിംഗ്, ഓക്കെ, ബൈ യൂസിങ് 2 വീലേഴ്സ് അല്ലെങ്കിൽ 4 വീലേഴ്സ്, ഓക്കെ, അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ. അപ്പം ഇതിൽ ഏതും ആവാം. അതായത് ഏത് മോഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ്. ഓക്കെ, പ്രെഡിക്ട്സ് ഹൗ ദ ട്രിപ്സ് വിൽ ബി ഡിവൈഡഡ് എമംഗ് ദ അവൈലബിൾ മോഡ്സ് ഓഫ് ട്രാവൽസ്. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സോണിൽ നിന്ന് ഒരു പർട്ടിക്കുലർ സോണിലേക്ക് പോകുന്ന നമ്പർ ഓഫ് ട്രിപ്സ് ആണ് തൊട്ട് മുമ്പുള്ള ട്രിപ്പ് ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അത് ഏതൊക്കെ മോഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഈ ഒരു സ്റ്റെപ്പിൽ എടുക്കും. ഓക്കെ, മോഡൽസ് predict the percentage of travel that will use each of available modes: auto, transit, public transportation, walk, okay, etc. between each origin destination pair. Okay, ഓരോ origin destination pairൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ഇപ്പൊ മോഡൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. മോഡൽ സ്പ്ലിറ്റ് മോഡൽസ് എന്ന് പറയുന്ന, അതായത് മോഡ്, ഓക്കെ, ഏത് മോഡ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മോഡലുകൾ ഉണ്ട്. ആ മോഡൽസ് യൂസ് ചെയ്തിട്ട് ഓരോ മോഡ് യൂസ് ചെയ്തിട്ടും കംപ്ലീറ്റ് ചെയ്യുന്ന പെർസെൻറ്റേജ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതില് ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ആ ട്രിപ്പ് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ്, ട്രിപ്പ് അസൈൻമെന്റ്. ഓക്കെ, ഇതില് നമ്മൾ മുന്നത്തേതില് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു എന്നുള്ള ഡീറ്റെയിൽ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ ട്രിപ്പ് അസൈൻമെന്റിൽ ഏത് റൂട്ട് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഒരുപാട് റൂട്ടുകൾ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഏത് റൂട്ട് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പർട്ടിക്കുലർ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഇതിൽ എടുക്കും. ഓക്കെ, പ്രെഡിക്ട് ദ റൂട്ട്സ് ദാറ്റ് ദ ട്രിപ്സ് വിൽ ടേക്ക്, റിസൾട്ടിങ് ഇൻ ട്രാഫിക് ഫോർകാസ്റ്റ് ഫോർ ദ ഹൈവേ സിസ്റ്റം ആൻഡ് റൈഡർഷിപ്പ് ഫോർകാസ്റ്റ് ഫോർ ദ ട്രാൻസിറ്റ് സിസ്റ്റം. ഓക്കെ, അപ്പൊ ഇത് ഏത് റൂട്ട് ചൂസ് ചെയ്യുന്നു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ കുറിച്ച് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ മാത്രം വെഹിക്കിൾസ് ഒരു പർട്ടിക്കുലർ റൂട്ടിൽ ഉണ്ടാവാം. ഓക്കെ, അത് കൺജഷനിലേക്ക് ലീഡ് ചെയ്യോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു സ്റ്റഡിയിൽ നിന്ന് കിട്ടും. ഓക്കെ, ട്രിപ്പിന്റെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏത് റൂട്ടിലൂടെയാണെന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്താൽ കിട്ടും. ഓക്കെ, വാട്ട് റൂട്ട് വിൽ ബി ടേക്കൺ ബൈ ഈച്ച് ട്രിപ്പ് മേക്കർ. ഓക്കെ, ട്രിപ്പ് അസൈൻമെന്റ് പ്ലേസസ് ദ origin destination flows for each mode on specific routes of travel through the respective model networks. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ ഒറിജിൻ ഡെസ്റ്റിനേഷനിൽ, ഓക്കെ, ഒരു പർട്ടിക്കുലർ ഒറിജിൻ ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ട്രിപ്പുകൾ, ഓക്കെ, ഡിഫറെന്റ് മോഡ് യൂസ് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തതായിരിക്കും. അത് ഏത് റൂട്ടിലൂടെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കും. ഓക്കെ, അപ്പം ട്രിപ്പ് ബേസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ്ങിൽ ഈ ഡീറ്റെയിൽസ് ആണ്, ട്രിപ്പിനെ കുറിച്ചുള്ള ഈ 4 ഡീറ്റെയിലുകളാണ് കളക്ട് ചെയ്യുന്നത്. അത് ബേസ് ചെയ്തിട്ടായിരിക്കും മറ്റുള്ള പ്ലാനിങ് പ്രോസസ്സുകൾ ചെയ്യുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച്. ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ച് നമ്മൾ നോക്കി. അത് ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് 4 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ട്രിപ്പ് ബേസ്ഡ് പ്ലാനിങ് വരുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് പല ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അത് ശരിയാണ് അല്ലെ? ഇപ്പം ആളുകൾ ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നത് ഒരു പക്ഷെ ഇപ്പൊ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോബിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ റിക്രിയേഷണൽ പേർപ്പസിന് വേണ്ടിയിട്ടായിരിക്കാം, സ്കൂൾ ആയിരിക്കാം. അപ്പൊ പല പേർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആക്ടിവിറ്റീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ട്, ഓക്കെ, അതായത് ഏത് ആക്ടിവിറ്റീസ് എവിടെയൊക്കെ നടക്കുന്നു, ഓക്കെ, അവിടെ കൂടുതലായിട്ടും ഏത് ടൈമിങ്ങിലാണ് ആ ഒരു ആക്ടിവിറ്റീസ് ആ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ നടക്കുന്നത്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു അപ്രോച്ചിൽ നമ്മൾ പഠിക്കും, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യും. അപ്പോൾ ഓരോ സ്ഥലത്തേക്ക്
എത്രമാത്രം ട്രിപ്സ് വരാൻ സാധ്യതയുണ്ട്, എത്രമാത്രം ആളുകൾ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, ഓക്കെ, അവര് ചെയ്യാൻ സാധ്യതയുള്ള സമയം, ഓക്കെ. അപ്പൊ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി പല സ്ഥലങ്ങളിൽ ചെയ്യാം, ഓക്കെ. അപ്പൊ അത് ഏതൊക്കെ ലൊക്കേഷനിലേക്ക് ഇത്ര ആളുകൾ വരാൻ സാധ്യതയുണ്ട് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, ഓക്കെ. അതായത് ഇന്ന ഒരു സ്ഥലത്തേക്ക് ഇത്രമാത്രം ട്രിപ്പുകൾ വരാം, ആളുകൾ ആക്ടിവിറ്റീസ് ചെയ്യാൻ വരാം, ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ട് അവിടെ കൺജഷൻസ് വരാം, അതിനനുസരിച്ച് മാറ്റങ്ങൾ അവിടെ വരുത്തണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് പ്രോപ്പർ ആയിട്ട് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിലൂടെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, ഓക്കെ. അപ്പം ഇത് ആളുകളുടെ ആക്ടിവിറ്റി പാറ്റേണിനെ കുറിച്ചും സ്റ്റഡി ചെയ്യും. അതായത് ഇത്ര സമയത്ത് കൂടുതലായിട്ട് ആളുകൾ ഇന്ന ആക്ടിവിറ്റീസ് ആ ചെയ്യുന്നത്. അതായത് പ്രത്യേകിച്ച് നോക്കുവാണെങ്കിൽ ഒരു 9 മുതൽ 10 മണി വരെയുള്ള സമയങ്ങളിൽ ആളുകൾ കൂടുതലായിട്ടും ജോലിക്ക് വേണ്ടി പോകുന്ന സമയമാണ്, അല്ലെ? അപ്പം ഓഫീസസ് ഉള്ള ഏരിയാസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ഓക്കെ. അപ്പം ആ ഏരിയകളിലേക്ക് കൂടുതൽ ട്രിപ്പ് വരാം, അവിടെ കൺജഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനനുസരിച്ചുള്ള പ്ലാനിങ്സ് ഒക്കെ നമുക്ക് ആ ഏരിയാസ് ചെയ്യാൻ പറ്റും, ഓക്കെ. അതായത് ആക്ടിവിറ്റിയെ ബേസ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിങ് ചെയ്യുന്നത്, ഓക്കെ. അപ്പം ഇതിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ആളുകൾ ചെയ്യുന്നത്, അത് ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യുന്നു, എത്ര സമയം ആ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെലവഴിക്കുന്നു, ഓക്കെ. അതുപോലെ തന്നെ അവർ ഏത് രീതിയിലാണ് ആ ആക്ടിവിറ്റി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നത്, ഓക്കെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ സ്റ്റഡി ചെയ്യും, ഓക്കെ. അപ്പം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടി ആളുകൾ വരുന്നു, ഓക്കെ, അത് ആളുകൾ എത്രമാത്രം ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ആളുകളിൽ ഡിമാൻഡ് ഉണ്ട്, ഓക്കെ. ആ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ട്രാൻസ്പോർട്ടേഷന്റെ പ്ലാനിങ് ചെയ്യുന്നതാണ്, ഓക്കെ. അത് ആളുകളുടെ ഒരു ദിവസത്തെ ആക്ടിവിറ്റി പാറ്റേണുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു അപ്രോച്ച് വരുന്നത്, ഓക്കെ. ഓരോ ടൈമിൽ ഇപ്പം നോർമൽ ആയിട്ട് ഒരാളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവരിപ്പം കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ അവർ മോർണിംഗ് ഒരു 8:30 ഒക്കെ ആണെങ്കിൽ കുട്ടികളെ സ്കൂളിൽ വിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒരു ട്രിപ്പ് അവിടെ വരാം. അതിനുശേഷം അവർ ജോലിക്ക് പോവാം. തിരിച്ച് അതുപോലെ തന്നെ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ച് അവർ ഷോപ്പിങ്ങിന് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്രിയേഷണൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതൊക്കെ അതായത് എവിടെയൊക്കെ അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു, ഓക്കെ, ആളുകൾ അത് ഡെയിലി ചെയ്യുന്നതാണോ, ഓക്കെ, ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണെങ്കിൽ അതിലേക്ക് കൂടുതൽ ആളുകൾ വരും. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടാവും, ഓക്കെ. ദ പ്രൊസീജിയർ ഓഫ് ദിസ് അപ്രോച്ച് ഇൻക്ലൂഡ്സ്. അപ്പൊ എന്തൊക്കെയാണ് ഇതിലുള്ള പ്രൊസീജിയർ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആക്ടിവിറ്റി ജനറേഷൻ. ചൂസ് വാട്ട് ഔട്ട് ഓഫ് ഹോം ആക്ടിവിറ്റീസ് ഹാവ് ടു ബി അണ്ടർടേക്കൺ ഡ്യൂറിംഗ് ദ ഡേ ഇൻകോർപ്പറേറ്റിംഗ് റെലവെന്റ് കൺസ്ട്രെയിൻസ്. അപ്പൊ ഇതിൽ ആക്ടിവിറ്റി ജനറേഷൻ, അതായത് വീട്ടിൽ നിന്ന് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ഇറങ്ങുന്നത്, ഓക്കെ, ആ ഒരു ഡേയിൽ. അപ്പൊ പല പ്രയാസങ്ങൾ ഉണ്ടാവും. ഒരു റൂട്ടിൽ നിന്ന് ഒരു സ്ഥലത്തേക്ക് എത്താൻ, ഒരു റൂട്ടിലൂടെ എത്താൻ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അതെല്ലാം അവർ ഓവർകം ചെയ്തുകൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് നിർവഹിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് അവർ നിർവഹിക്കുന്നു എന്നുള്ള ഡീറ്റെയിൽ ഇതിൻ്റെ അകത്ത് എടുക്കും, ഓക്കെ. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആളുകൾ ചെയ്യുന്നു, ഓക്കെ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഒരു ഡേയിൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. രണ്ടാമത്തെ, ആക്ടിവിറ്റി ഷെഡ്യൂളിംഗ്. അതായത് എങ്ങനെയാണ്, ഏതൊക്കെ ടൈമിലാണ് ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അതായത് ഒരു ചെയിൻ പാറ്റേൺ, ഓക്കെ. ഇപ്പൊ രാവിലെ ഇത്ര മണിക്ക് ഇന്ന ആക്ടിവിറ്റിക്ക് വേണ്ടി ആളുകൾ ഇറങ്ങുന്നു, അതിനുശേഷം ഇത്ര മണിക്ക് ഇന്ന ആക്ടിവിറ്റി വേണ്ടി പോകുന്നു. അതായത് ആ ആക്ടിവിറ്റീസ് ഒക്കെ ആളുകൾ ചെയ്യുന്നതിൽ ഒരു പാറ്റേൺ ഉണ്ടാവും, ഓക്കെ. ആദ്യം ഇത് അങ്ങനെ ഒരു പാറ്റേൺ ബേസിസിലായിരിക്കും ആളുകൾ ചെയ്യുന്നത്, ഓക്കെ. അതുപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈം ബേസ് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത്, ഓക്കെ. അപ്പം ആ കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് ആക്ടിവിറ്റി ഷെഡ്യൂളിംഗിൽ, ഓക്കെ. സീക്വൻസിങ് ദ ആക്ടിവിറ്റി ഇൻ ടു എ ചെയിൻ ഓർ പാറ്റേൺ. Travel is a consequence of this sequencing. The need to move from one location to another at certain times of the day to participate in different activities. Okay, പല ആക്ടിവിറ്റീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഓക്കെ. അതൊരു കോമൺ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഒരു പർട്ടിക്കുലർ ടൈമിലായിരിക്കും ചെയ്യുന്നത്, ഓക്കെ. ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും റിക്രിയേഷണൽ, ഓക്കെ. ഇപ്പം സിനിമ തിയേറ്റേഴ്സിലേക്കൊക്കെ പോകുന്നത് ജോലി സമയം കഴിഞ്ഞിട്ടായിരിക്കും കൂടുതലായിട്ടും ആളുകൾ, വൈകുന്നേരം സമയങ്ങളിലായിരിക്കും,
ഓക്കെ, അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ആളുകൾ ചെയ്യുന്നത് ഓർഡറിലാക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അത് ഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ ഒരു പാറ്റേൺ വൈസ് സെറ്റ് ചെയ്യുകയാണ്. ആദ്യം എന്തൊക്കെ ആക്ടിവിറ്റീസ് ആളുകൾ ചെയ്യുന്നു ഒരു ഡേയിൽ എന്നുള്ള ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നു. രണ്ടാമത്തേല് ആളുകൾ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ, ഓക്കെ, അത് ആ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ചും ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാലും ഈ ടേബിളിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ച് നോക്കാം. ഓക്കെ, ബേസിക് യൂണിറ്റ് ഓഫ് അനാലിസിസ് ഈസ് വൺ വേ ട്രിപ്സ്. അപ്പം ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിലുള്ള ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് വൺ വേ ട്രിപ്പുകളാണ്. അതായത് ഒരു പർട്ടിക്കുലർ ഒറിജിനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന ആ ഒരു വൺ വേ ട്രിപ്പ് ആണ് ഇതിന്റെ ബേസിക് യൂണിറ്റ്. ഓക്കെ, അതായത് എത്ര നമ്പർ ഓഫ് വൺ വേ ട്രിപ്പുകൾ പോകുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ആണ് കളക്ട് ചെയ്യുന്നത്. അതിനനുസരിച്ചിട്ടാണ്, അതായത് എത്ര നമ്പർ ഓഫ് വൺ വേ ട്രിപ്പുകൾ പോകുന്നു, ഓക്കെ, എത്ര നമ്പർ ഓഫ് വൺ വേ ട്രിപ്സ് ഒരു പർട്ടിക്കുലർ ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ പോകുന്നു, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് യാത്ര ചെയ്യുന്നു, ഏത് റൂട്ടിൽ യാത്ര ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ എല്ലാം ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് വൺ വേ ട്രിപ്പുകളാണ്. ട്രിപ്സ് ആർ കൺസിഡേർഡ് ടു ബി ഇൻഡിപെൻഡന്റ്. രണ്ടാമത്, ട്രിപ്പുകൾ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, മറ്റുള്ള ഫാക്ടേഴ്സിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് നമ്മളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അതായത് എന്തെങ്കിലും റീസൺ കൊണ്ടാണോ യാത്ര ചെയ്യുന്നത്, ഓക്കെ, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു വൺ വേ ട്രിപ്പ്, വേറെ ഒരു കാര്യത്തിന് അത് ഡിപ്പെൻഡ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, വേറെ ഒരു ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു വൺ വേ ട്രിപ്പ് അവിടെ നടക്കുന്നു. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത്തത്, മോഡൽ പ്രെഡിക്റ്റ് ദ ട്രാവൽ ഡിമാൻഡ് ഡ്യൂറിങ് പീക്ക് അവർ. അപ്പോൾ ഈ ഒരു മോഡൽ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന മോഡല് പീക്ക് അവറിലുള്ള ട്രാവൽ ഡിമാൻഡിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നു. ഓക്കെ, പീക്ക് അവറിൽ എത്രമാത്രം വെഹിക്കിൾസ് റോഡിൽ ഉണ്ടാവും, ഓക്കെ, ഒരു പർട്ടിക്കുലർ റൂട്ടിൽ ഉണ്ടാവും, അവിടെ കൺജഷൻ കൊണ്ടുവരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു മോഡൽ ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണക്കിലെടുക്കുന്നത് ട്രിപ്പുകളുടെ എണ്ണമാണ്. ഓക്കെ, ഒരു പർട്ടിക്കുലർ റൂട്ടിൽ പോകുന്ന ട്രിപ്പുകളുടെ എണ്ണം, ഏത് റൂട്ട് ചൂസ് ചെയ്യുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതുപോലെ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ പീക്ക് അവേഴ്സിലുള്ള ആ ഒരു ട്രാവൽ ഡിമാൻഡ് ഇതുവഴി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എത്ര നമ്പർ ഓഫ് ട്രിപ്പുകൾ ഒരു പർട്ടിക്കുലർ ടൈമിൽ നടക്കുന്നു എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ട്രിപ്സ് ആർ മോഡൽഡ് അറ്റ് അഗ്രിഗേറ്റ് ലെവൽ. അഗ്രിഗേറ്റ് ലെവൽ മോഡൽ ആണ് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഒരു പർട്ടിക്കുലർ സോൺ എന്നാണ് ഡീറ്റെയിൽ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻഡിവിജ്വൽ അല്ല. അതായത് ഒരു സോണിലുള്ള ഇത്ര നമ്പർ ഓഫ്, അതായത് ആ ഒരു പോപ്പുലേഷന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ പല ആളുകളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിനനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, മോഡലിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സോണിൽ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, ആസ് എ ഹോൾ ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് മോഡൽ ചെയ്യുന്നത്. ഓക്കെ, ഡിസഗ്രിഗേറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ആൾക്കാരുടെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ഇത് ആസ് എ ഹോൾ ഒരു ഗ്രൂപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇതിൽ മോഡലിംഗ് വരുന്നത്. ഇൻഡിവിജ്വൽസ് ഡിസിഷൻ ഓഫ് ട്രാവൽ ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ അതർ മെമ്പേഴ്സ് ഇൻ ദ ഹൗസ് ഹോൾഡ്. അപ്പം ഈ ഒരു അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു വൺ വേ ട്രിപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു വൺ വേ ട്രിപ്പ് ചെയ്യുന്നതിൽ മറ്റുള്ള വീട്ടിലെ ആളുകളുടെ ഇൻഫ്ലുവൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അയാൾ ആ ട്രാവൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ട്രിപ്പ് മേക്ക് ചെയ്യുന്നത് അയാൾ ഒറ്റയ്ക്കാണ്, വേറെ ഒരാളുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടല്ല എന്നുള്ള രീതിയിലാണ് ഈ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസെൻസിറ്റീവ് ടു പോളിസി ചേഞ്ച്, മറ്റുള്ള പോളിസിയിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം പെട്രോളിന്റെ കോസ്റ്റ് കൂടി, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം വേറെന്തെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ ചാർജ് കൂടി, അല്ലെങ്കിൽ പോകുന്ന റൂട്ടിൽ ഒരു ടോൾ വന്നു, ഓക്കെ, എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് അവിടെ വന്നു കഴിഞ്ഞാൽ അതൊന്നും ഇതിനെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഈ ഒരു ട്രിപ്പ് അയാൾ എങ്ങനെയായാലും നടത്തിയിരിക്കും. ഓക്കെ, അപ്പം ഇപ്പൊ ഏതെങ്കിലും ഒരു റൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ മറ്റൊരു റൂട്ട് യൂസ് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്തിരിക്കും. ഓക്കെ, മറ്റുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സോ അല്ലെങ്കിൽ മറ്റ് ഭരണപരമായിട്ട് വരുന്ന മാറ്റങ്ങളോ ഒന്നും ആ ഒരു ട്രിപ്പിനെ എഫക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്.
ഓക്കെ. ട്രാവൽ ഫോർകാസ്റ്റ് ആർ ലെസ് ആക്യുറേറ്റ് കമ്പയർഡ് ടു ആക്ടിവിറ്റി ബേസ്ഡ് മോഡലിംഗ് അപ്രോച്ച്. അപ്പോൾ ഈ ഒരു ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ ഫോർകാസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അത്രമാത്രം ആക്യുറേറ്റ് അല്ല. എന്തിനു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് ആണ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത് വെച്ച് പ്ലാൻ ചെയ്താലാണ് കുറച്ചും കൂടി നമുക്ക് എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ച് നോക്കാം. ട്രാവൽ ഈസ് കൺസിഡേർഡ് ടു ബി എ ഡിറൈവ്ഡ് ഡിമാൻഡ് ടു പെർഫോം വേരിയസ് ആക്ടിവിറ്റീസ്. അപ്പൊ ട്രാവൽ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ട്രാവൽ ആവശ്യമായിട്ട് വരുന്നത് ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ട്രാവലിന്റെ ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാനാണ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ബേസിസിലാണ് ഈ ഒരു അപ്രോച്ച് വരുന്നത്. ഓക്കെ, spatial and temporal interdependencies between the trips are taken care by considering sequencing of activities. അപ്പൊ ഇതില് spatial and temporal interdependencies, ഓക്കെ, അതായത് ഇപ്പോ ഒരാള് ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ആ ട്രിപ്പ് നടത്തുന്നത് ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫോർ എക്സാമ്പിൾ, അയാളുടെ ജോബിന് വേണ്ടിയിട്ടാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജോബ് ലൊക്കേഷൻ ഒരു പർട്ടിക്കുലർ സ്ഥലത്തായിരിക്കാം. ജോലി കഴിഞ്ഞ് അയാൾ ഷോപ്പിങ്ങിന് പോകുന്നു. അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തായിരിക്കാം ഓക്കെ പോകുന്നത്. ഇപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞ് അയാള് സ്കൂളിൽ നിന്ന് കുട്ടിയെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അപ്പൊ അവിടെ 4 സ്ഥലങ്ങൾ വന്നു അല്ലെ. അപ്പൊ അവിടെ ഒരു സീക്വൻസ് വന്നു യാത്രയുടെ. അതുപോലെ തന്നെ അവിടെ ഒരു ടൈമിലും ഒരു കാര്യം അതിൻ്റെ അകത്ത് വന്നു അല്ലെ. ടൈമിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം ഓഫീസിൽ പോകുന്ന ടൈം ഒരു പക്ഷെ രാവിലെ 10 മണിയായിരിക്കാം. ഓക്കെ, സ്കൂൾ വിട്ട് കുട്ടിയെ കൂട്ടുന്നത് വൈകുന്നേരം 4 മണിക്കായിരിക്കാം. ജോലി കഴിയുന്നത് ഒരു പക്ഷെ 3 മണിക്കായിരിക്കാം. ഓക്കെ, അതുപോലെ ടൈമിന്റെ ഒരു ഡിപ്പെൻഡൻസി അവിടെ ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ അറേഞ്ച്മെന്റ്സിലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. അതായത് ഇപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓരോന്നിന്റെയും ലൊക്കേഷൻസിന് ഓക്കെ, അതായത് പല ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു ലൊക്കേഷൻസിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്ന ലൊക്കേഷനും അതുപോലെ തന്നെ ഏത് ടൈമിൽ ഓരോ സ്ഥലത്തും ഓരോ ആക്ടിവിറ്റീസ് നടക്കുന്നു, അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിന് പ്രൈം ആയിട്ടുള്ള ടൈമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു അപ്രോച്ചിൽ കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പം അതെങ്ങനെയാ കൺസിഡർ ചെയ്യുന്നത്? സീക്വൻസിങ് ഓഫ് ആക്ടിവിറ്റീസ്, അതായത് ഓരോ സമയത്തും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഒരു പാറ്റേൺ വൈസ് അറേഞ്ച് ചെയ്യും ഇതിൻ്റെ അകത്ത്. ഓക്കെ, നമ്മളത് പഠിച്ചിരുന്നല്ലോ. 24 hour ഷെഡ്യൂളിംഗ് വിത്ത് ആക്ടിവിറ്റീസ് ആർ മോഡൽ. അപ്പൊ ഈ ഒരു മോഡലിംഗിൽ 24 മണിക്കൂറും ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? കൺസിഡർ ചെയ്യും. അതായത് ഇപ്പൊ രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോവുകയാണെങ്കിൽ ഓക്കെ, രാത്രി ഒരു 10 മണിക്ക് ശേഷം റിക്രിയേഷൻ, അല്ലെങ്കിൽ അങ്ങനെ പല ആക്ടിവിറ്റീസ് 24 hours നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് മോഡൽ ചെയ്യുന്നത്. ഓക്കെ, ഓരോ സ്ഥലത്തും മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന ടൈം എത്രയാണ്. ഓക്കെ, അപ്പൊ 24 മണിക്കൂറിനും കണക്കാക്കിയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഈ ഒരു ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ മോഡലിംഗ് ചെയ്യുന്നത്. മോഡലിംഗ് ഈസ് ഡൺ അറ്റ് ഡിസഗ്രിഗേറ്റ് ലെവൽ. അപ്പൊ ഇൻഡിവിജ്വൽ ലെവലിലായി മോഡലിംഗ് ചെയ്യുന്നത്. കാരണം ഓരോ ആളുകളും ട്രാവൽ ചെയ്യുന്നത് പല ആക്ടിവിറ്റീസ്, അത് അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അപ്പം ഇൻഡിവിജ്വലി ആളുകളുടെ കയ്യിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ടാണ് മോഡലിംഗ് ചെയ്യുന്നത്. മറ്റേത് ആസ് എ ഒരു സോണായിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുന്നത് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിൽ. അത് അഗ്രിഗേറ്റ് ലെവലാണ്. ഇത് ഇൻഡിവിജ്വൽ ആളുകളിൽ നിന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് ആ ഇൻഡിവിജ്വൽ ആളുകളുടെ ഡീറ്റെയിലിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളും അവരുടെ ആ സീക്വൻസിങ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ മോഡലിംഗ് വരുന്നത്. ഓക്കെ, ട്രാവൽ ഈസ് റിസൾട്ടിങ് ഫ്രം ഹൗസ് ഹോൾഡ് ഇന്ററാക്ഷൻസ്. അപ്പൊ ഇതില് ട്രാവലിംഗ് എന്ന് പറയുന്നത് ഹൗസ് ഹോൾഡിലുള്ള മറ്റുള്ള ആളുകളുടെ ഇൻഫ്ലുവൻസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ട്രാവലിംഗ് ഈസ് റിസൾട്ടിങ് ഫ്രം ഹൗസ് ഹോൾഡ് ഇന്ററാക്ഷൻസ്. അതായത് ഇപ്പൊ ഷോപ്പിങ്ങിന് പോവാന്ന് പറയുമ്പോൾ ആ വീട്ടിലെ ആളുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഷോപ്പിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി നിർവഹിക്കാൻ ഇപ്പൊ ഒരു ട്രിപ്പ് നടത്തുമ്പോൾ അത് ആ ഇൻഡിവിജ്വൽ ആളുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കില്ല അല്ലെ, ആസ് എ ഹോൾ ആയിരിക്കും. ഇപ്പൊ റിക്രിയേഷണൽ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ ഒറ്റയാളായിരിക്കില്ല ചിലപ്പം യാത്ര ചെയ്യുന്നത്. ആ വീട്ടിൽ ഇപ്പൊ 4 പേരുണ്ടെങ്കിൽ 4 പേരുടെയും കൂടി ഒരു ആവശ്യമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിന് വേറൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം വേറൊരു ട്രിപ്പ് നടത്തുന്നത്. അപ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് വീട്ടിലുള്ള ആളുകൾ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മുന്നേ ഉള്ള ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിലാണെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്.
ഓക്കെ. അതുപോലെ തന്നെ ഇത് സെൻസിറ്റീവ് ടു പോളിസി ചേഞ്ച് ആണ്. അതായത് എന്തെങ്കിലും ചേഞ്ചസ് വന്നാൽ, ഓക്കെ, ഇപ്പൊ പെട്രോളിന് പൈസ കൂടി, ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ആക്ടിവിറ്റി ചെയ്യുന്ന ഒരു സ്ഥലം 2 കിലോമീറ്റർ അപ്പുറം ഉണ്ടെങ്കിൽ ആ റോഡ് ക്ലോസ് ചെയ്തു. ഇനി അങ്ങോട്ട് എത്തണമെങ്കിൽ ഒരു 8 കിലോമീറ്റർ ഒക്കെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവരത് ചെയ്യില്ലായിരിക്കാം. ഓക്കെ, അതായത് ദൂരം കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പം അടുത്തുള്ള ഒരു സ്ഥലം ക്ലോസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നു, അപ്പൊ ആ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പോണമെന്നില്ല. അതായത് അടുത്ത്, വീടിനടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ചെയ്യാൻ ഒരുപാട് ദൂരെ ഒരു പക്ഷേ പോണമെന്നില്ല. ഓക്കെ, അതുപോലെ അതായത് ഇപ്പം പെട്രോളിന്റെ കോസ്റ്റ്, പബ്ലിക് ട്രാൻസ്പോർട്ടേഷന്റെ കോസ്റ്റ് അതൊക്കെ കൂടുമ്പോൾ ചില ആക്ടിവിറ്റീസ് ആളുകൾ ചെയ്യുന്നത് നിൽക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇപ്പൊ എന്തെങ്കിലും ആക്ടിവിറ്റി, അതായത് ഇപ്പം ഒരു തിയേറ്റർ, ഓക്കെ, തിയേറ്ററിൽ ഇപ്പം ചാർജ് പെട്ടെന്ന് തന്നെ ഒരു 100 എന്നുള്ള ചാർജ് ആണെങ്കിൽ, ഒരു ടിക്കറ്റിന് 100 രൂപയാണെങ്കിൽ അത് പെട്ടെന്ന് ഒരു 400 റുപ്പീസിലേക്ക് ചേഞ്ച് ചെയ്തു. അതായത് അതിനുള്ള അനുസരിച്ചുള്ള ഫെസിലിറ്റി അവിടെ ചേഞ്ച് ചെയ്തു. എന്നിരുന്നാലും പെട്ടെന്ന് ഒരു സഡൻ ഇൻക്രീസ് വന്നെന്ന് വിചാരിച്ചോ. ഓക്കെ, അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടി 100 ആളുകളാണ് 100 രൂപയുടെ ടിക്കറ്റിന് വേണ്ടി പോയിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പൊ ആ ഒരു പൈസ കൂടിയ സാഹചര്യത്തിൽ അവിടേക്ക് പോകുന്ന ആളുകൾ എണ്ണം കുറയാം. ചിലപ്പോൾ ഒരു 50 പേരായിരിക്കാം പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പം പോളിസി ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ചെയ്യാൻ പോകുന്ന ആളുകളുടെ എണ്ണം കുറയാം. ഓക്കെ, സെൻസിറ്റീവ് ടു പോളിസി ചേഞ്ച്. പ്രൊവൈഡ് മോർ ആക്യുറേറ്റ് ട്രാവൽ ഫോർകാസ്റ്റ്. അപ്പം ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിനേക്കാളും കുറെ കൂടി ആക്യുറേറ്റ് ആണ്. ഓക്കെ, അതായത് മെയിൻ ആയിട്ട് ഇതിന്റെ ആ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരാൾ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി നടത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മോഡൽ ചെയ്യുമ്പോൾ ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിനേക്കാളും ആക്യുറേറ്റ് ആയിരിക്കും ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിൽ വരുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ മുന്നേ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ട്രിപ്പ് ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ചും ആക്ടിവിറ്റി ബേസ്ഡ് അപ്രോച്ചിനെ കുറിച്ചുള്ള ക്യാരക്ടറിസ്റ്റിക്സിൽ ഇത് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ.